എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. ഞാനിതാ ഒന്നാമത്തെ ഓണം നമ്മളടുക്കേന്ന് കഴിഞ്ഞിട്ട് ഞാനും ബാവേട്ടനും അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോന്ന. അനിയത്തിൻ്റെ വീട് ആയഞ്ചേരിയാണ്. ആയഞ്ചേരി എത്തി. എൻ്റെ അനിയത്തി ഇട്ട പൂക്കളാണിത്. ഓണപ്പട്ടം വരുന്നതുകൊണ്ട് ഇന്നൊരു സന്തോഷം എല്ലാവർക്കും. കുറച്ച് പൂവ് ഓണപ്പട്ടം എടുക്കും, പൂവ് കുറച്ച് ഇങ്ങോട്ട് ഇട്ട് തരും. അങ്ങനത്തെ ഒരു ചടങ്ങെല്ലാം. ഓണപ്പട്ടനെ കണ്ടെന്താന്ന് രാവിലെ തന്നെ വന്നത്. എൻ്റെ അനിയത്തി വാങ്ങി തന്ന മാക്സിയാന്ന് ഓണക്കോടി. എനിക്ക് ഓണക്കോടി കുറേ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അച്ഛനിതാ എല്ലാവരും ഉണ്ട് ഇന്ന് ഈ വീട്ടിൽ. അതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ്. നമ്മളെപ്പോൾ അങ്ങനെ തന്നെയാണ്. ഓരോ ഓണം എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് രണ്ടാമത്തെ ഓണത്തിന് എല്ലപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവുക ചെയ്യുക. ഓരോരോ കൊല്ലം മാറ്റി പിടിക്കും, അത്ര തന്നെ. ഇത് ഇളയ അനിയത്തി, മറ്റേത് അമ്മ, രണ്ടാമത്തെ അനിയത്തി എല്ലാവരും ഉണ്ട്. ഇവളെ വീട്ടിൽ നിന്നാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ്. കൂട്ടുകറി സദ്യയാണ്. നമ്മൾ രണ്ടാമത്തെ ദിവസം ചിക്കനും മീനൊന്നും വാങ്ങൂല, സദ്യ മാത്രമേ വെക്കൂ. അതുകൊണ്ട് കുറേ പണിയില്ലേ സദ്യ ഉണ്ടാക്കിയെടുക്കേ. അമ്മ ഇത് അനിയത്തിൻ്റെ അമ്മയാണ്. അമ്മ വാഴേൻ്റെ കൂമ്പാണ് നമുക്കിന്ന് ഉപ്പേരി. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തായാലും മുറിച്ചിടാം. പിന്നെ ഞാനിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പണി ഞാനും എടുക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ചിടാം, ഞാൻ ഉപ്പേരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിയത് അമ്മേൻ്റെ അടുക്കൽ നിന്ന്. ഞാൻ കൂമ്പ് മുറിച്ചിടുമ്പോൾ ഇല്ലേ കഞ്ഞി വെള്ളത്തിലാണ് മുറിച്ചിടുക, അല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ. എന്നാലില്ലേ ഏത് വാഴേൻ്റെ കൂമ്പായാലും അതിൻ്റെ കറ അങ്ങ് പോവും. കറ എന്ന് പറയുമ്പോൾ ഒരു കറുപ്പ് കളറുണ്ടാവും. നമ്മളെ കൈയെല്ലാം കറുപ്പ് നിറാം. അപ്പോൾ അതെല്ലാം അങ്ങ് പോവും. ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലോ സാധാ വെള്ളത്തിലോ മുറിച്ചിട്ട് കഴിഞ്ഞാൽ. അതറിയാത്ത ആൾക്കാർ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ കൈ വരും ഈ പറഞ്ഞ പോലെ കറയാവുന്നതിന് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ മതി. എന്നാൽ കറയും അങ്ങനെ പിടിക്കില്ല. അങ്ങനെ കൂമ്പിൻ്റെ അകത്ത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെക്കുക വറവിൽ. ഇവളെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അധികം അടുപ്പ് തന്നെ ആക്കുക. കുക്കറിലെല്ലാം വെക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസെല്ലാം അങ്ങനെ എടുക്കൂ. അല്ലാണ്ട് ചോറും ഉപ്പേരിയും എല്ലാം അടുപ്പത്തു നിന്ന് തന്നെയാണ്. അപ്പം ഞാനിത് അടുപ്പത്തു നിന്നാണ് ഉപ്പേരിയെല്ലാം ആക്കുന്നത്. എല്ലാം ആക്കി എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ. ഈ പറയുന്ന പോലെ വാഴേൻ്റെ പറഞ്ഞാൽ കൂമ്പ് മാത്രമല്ല, കൂമ്പ്, കാമ്പ്. കൂമ്പ് എന്നല്ലേ നിങ്ങളെല്ലാവരും പറയാ. നമ്മളിവിടെ കൂമ്പ് എന്നാണ് പറയുക. കൂമ്പ്, കാമ്പ്, കായ്. വാഴേൻ്റെ എല്ലാ സംഭവവും ഒരു വിധത്തിൽ നമ്മൾ എടുക്കും. എല്ലാം ഭക്ഷ്യയോഗ്യം തന്നെയാണ്. എല്ലാം നമ്മളെ ശരീരത്തിന് നല്ല. കാമ്പെല്ലാം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനും ഷുഗറിനെല്ലാം ഏറ്റവും നല്ല സാധനമാണ്. ജ്യൂസ് അടിച്ച് വരെ കുടിക്കും. പിന്നെ മക്കൾക്കും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. നിങ്ങൾ ഒന്ന് നോക്കി നോക്കി. ഈ കൂമ്പും കാമ്പെല്ലാം ഉപ്പേരിയെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കും നല്ല ഇഷ്ടമായിരിക്കും. കേബേജും പയറും ബീൻസൊന്നും ഒലിക്കൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇതൊന്നുമില്ല, പണിയും ഇല്ല. ഇതുണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല. ഒരു ഉരുളിയോ അല്ലെ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച്, കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഇത് കൂമ്പ് മുറിച്ചിട്ട് നല്ലോണം ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവില്ലേ, യോജിപ്പിച്ചിട്ടുണ്ടാവില്ലേ, അതങ്ങ് അതിൻ്റെ അകത്തേക്ക് വറവിലിടുക. ഒന്ന് തട്ടി വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉപ്പേരിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങ വാങ്ങി വെച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തേങ്ങ അതിൻ്റെ മുന്നേ ഇടുന്നവരും ഉണ്ടാവും. നമ്മളെന്തായാലും തേങ്ങ കുറച്ച് അന്നേരം ഇടും. പിന്നെ വാങ്ങി വെച്ചിട്ടും കുറച്ച് തേങ്ങ ഇടും. എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉപ്പേരിക്ക്. പിന്നെ അങ്ങനെ നമുക്കിന്ന് പ്രഥമനുണ്ട്, കൂമ്പിൻ്റെ ഉപ്പേരി, കാളൻ, പച്ചടി, പുളിയിഞ്ചി, എല്ലാ സംഭവങ്ങളുണ്ട്. എല്ലാ ഇതും എല്ലാം ഓരോരു പാത്രത്തിലാക്കി വെച്ച് എല്ലാവർക്കും ഇങ്ങനെ വരിക്ക പോയിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുക എന്നെല്ലാം പറയുമ്പോൾ നല്ലൊരു രസമല്ലേ. അതും ഇലയിട്ട് നിലത്തിരുന്നിട്ടാണ്. നമ്മൾ മേശമേൽ ഇരുന്നിട്ടൊന്നല്ല ഭക്ഷണം കഴിക്കുക. എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ ഓണത്തിനും വിഷുവിനെല്ലാം നിലത്തിരുന്ന് മക്കളൊക്കെ ആദ്യം കൊടുക്കും. ഇലയെല്ലാം വെച്ച് അതെല്ലാവരും വിളമ്പിക്കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ വലിയ ആൾക്കാർ ഇരുന്നിട്ട്. എന്നിട്ട് നമുക്ക് എന്താ പറയണ്ടേ, എല്ലാവരും വിളമ്പിത്തരും. മക്കളും ബാക്കി എല്ലാവരും കഴിച്ച ആൾക്കാർ നമ്മൾക്ക് വിളമ്പിത്തരും. അങ്ങനെ തിരുവോണത്തിൻ്റെ നമ്മളെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം നമ്മളെ കലാപരിപാടികളിലേക്ക് പോവും. എല്ലാവർക്കും ഓണാശംസകൾ.